അടുത്തതായിട്ട് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ വെച്ച് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് ഇത് വരും. ഇത് എക്സിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ്, അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്. ഇത് ഹൈപ്പോട്ടിന്യൂസ് ട്രയാങ്കിളിൻ്റെ ഏറ്റവും നീളം കൂടിയ സൈഡ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, അപ്പോൾ ഇത് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ എക്സും ഈ ട്രയാങ്കിളും വെച്ചുകൊണ്ട് നമുക്ക് 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, റേഷ്യോസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. ഫസ്റ്റ് വൺ സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അടുത്തത് കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് സൈൻ എക്സ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കോസ് എക്സ്. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഫ്രാക്ഷനാണ്, ഇതും ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ ബൈ ഫ്രാക്ഷൻ ആണെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി സെയിം ആണെങ്കിൽ അത് ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വരും. ഇനിയും അടുത്തത് വരുന്ന 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് കൊസീക് എക്സ്. കൊസീക് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പം ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് കൊസീക് എക്സ്, സീക് എക്സ്, കോട്ടെക്സ്, ഈ 3 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആയിരിക്കും. കൊസീക് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. സീക് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. ഇപ്പം കൊസീക് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. സീക് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പം ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വരും. കോട്ടെക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എന്തെന്ന് നമുക്ക് എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നുകൂടി എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ വരുമ്പം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. സൈൻ എക്സ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കോസ് എക്സ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ടാൻ എക്സ് വരുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വരും. ഇനി ബാക്കി 3 ഓർക്കാനായിട്ട് ഈ 3 റെസിപ്രോക്കലാണ് എന്ന് ഓർത്താൽ മതി. സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക് എക്സ്, അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് വരും. കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ് സീക് എക്സ്, ഇതിൻ്റെ റെസിപ്രോക്കൽ വരും ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കോട്ടെക്സ്, അപ്പം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ആദ്യമായിട്ട് പഠിക്കുന്ന 3 ഐഡൻറ്റിറ്റീസ് ആണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് ഈ എക്സിൻ്റെ വാല്യൂ സെയിം ആകുവാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30 ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനിയും സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അടുത്തത് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഇവിടെ ആദ്യത്തേത് പ്ലസ് ആണ്, പിന്നെ വരുന്ന 2 മൈനസ് ആണ്. പിന്നെ ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ സാധാരണ ഇപ്പം ഇനി നിങ്ങൾ ഇൻറ്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ പഠിക്കുക, അവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ഫോർമുലാസ് ഓർത്തിരിക്കാനായിട്ട് ഈ സീക്കും കൊസീക്കും ടാനും കോട്ടും ഒക്കെ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും സീക്കും ടാനൂടെയാണ് ഒരു കോമ്പിനേഷൻ പോലെ ഉണ്ടാവാറുള്ളത് ഫോർമുലാസൊക്കെ വരുമ്പോൾ, സീക്കും ടാനും. അതുപോലെ കൊസീക്കും കോട്ടൂടാണ് ഒരു കോമ്പിനേഷൻ ഉണ്ടാവാറുള്ളത്. അപ്പം നിങ്ങൾ സി വരുന്ന 2 എന്ന് ഓർത്താൽ മതി. കൊസീക്കും കോട്ടൂടെയാണ് എപ്പോഴും
കോമ്പിനേഷനായിട്ട് വരാറുള്ളത്. സിക്കും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. സിക്കും ടാനോടെയാണ് വരാറ്. അപ്പോൾ ഓർത്താൽ മതി, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1, അതുപോലെ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ എന്താ ഈ സൈൻ സ്ക്വയർ എക്സ്? സൈൻ എക്സ് ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്ന വില തന്നെയാണ് സൈൻ സ്ക്വയർ എക്സ്. അതുപോലെ ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് ടാൻ സ്ക്വയർ എക്സ്. അതുപോലെ സീക്ക് എക്സ് ദ ഹോൾ ക്യൂബാണ് സീക്ക് ക്യൂബ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ എക്സ് സീക്ക് എക്സ് ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടാൻ എക്സിനും സ്ക്വയർ പോകും, സീക്ക് എക്സിനും സ്ക്വയർ പോകും. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. അടുത്തതായിട്ട് സൈന് കോസ് ടാന് കൊസീക്ക് സീക്ക് കോട്ടിൽ ഈ ആംഗിൾസിൽ വരുന്ന വാല്യൂസ് എന്താണെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സൈൻ 0 ഈസ് 0, സൈൻ 30 എന്ന് പറയുന്നത് ഈസ് 1/2, ഇത് 1/√2, ഇത് √3/2, സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിക്കും. ഇനി സൈൻ 0 0, സൈൻ 90 1, കോസിൻ്റെ കേസിൽ ഇത് തിരിഞ്ഞു വരും. അപ്പോൾ കോസ് 0 ആണ് 1, കോസ് 90 0 വരും. അതുപോലെ ഇതും തിരിഞ്ഞു വരും. അതായത് √3/2 ആദ്യം വരും, 1/√2 ആണ് കോസ് 45, 1/2 മൂന്നാമത് വരും. അപ്പം ഇത് വെച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ടാൻ എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണല്ലോ. അപ്പോൾ ടാൻ 0 എന്ന് പറയുന്നത് സൈൻ 0 ബൈ കോസ് 0 ആണ്. 0/1 ഈസ് 0, 0 ബൈ എനി നമ്പർ ഈസ് 0. അപ്പോൾ 0/1ഉം 0 ആണ്. 1/2/√3/2, ആ 2ഉം 2ഉം ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/√3 കിട്ടും. 1/2/1/2, സെയിം ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യുമ്പം 1 കിട്ടും. √3/2/1/2, 2 2ഉം ക്യാൻസൽ ആകുമ്പോൾ എന്താവും? √3/1 എന്ന് പറയുന്നത് √3 ആകും. ഇനി 1/0, ഏത് നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്താലും ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട വാല്യൂസാണ് ഈ വാല്യൂസ്. അപ്പോൾ അത് ഈ രീതിയിൽ ഓർത്ത് വെക്കാം. സൈൻ 0 0 ആണ്, സൈൻ 90 1 ആണ്. അപ്പോൾ കോസിൻ്റെ കേസിൽ അവർ തിരിഞ്ഞു വരും, അത് ഓർത്ത് വെക്കുക. പിന്നെ സൈൻ്റെ 30 45 60 വാല്യൂസ് ഓർത്ത് വെക്കുക. 1/2 1/√2 √3/2. ഇനിയും ഇവിടെ വരുമ്പോൾ ഇത് ആദ്യം വരും, √3/2 1/√2 1/2 ഇങ്ങനെ വരും. ഇനി ഇതും പഠിച്ചു വെക്കുക. ടാൻ 0 0 ആണ്, അതുപോലെ ടാൻ 30 1/√3 ആണ്. പിന്നെ വരുന്നത് ഈ ന്യൂമറേറ്റർ ആയിട്ടുള്ള 1 ആണ്, പിന്നെ വരുന്നത് ഈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള √3 ആണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. ഇനിയും ഇത്രയും വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് ബാക്കി വാല്യൂസും പെട്ടെന്ന് എഴുതാൻ പറ്റും. കൊസീക്ക് 0 എന്ന് പറയുമ്പോൾ കൊസീക്ക് ആരുടെ റെസിപ്രോക്കലാണ്? സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പോൾ കൊസീക്കിൻ്റെ വാല്യൂസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സൈനിൻ്റെ വാല്യൂസ് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1/0 എടുക്കുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ്. അടുത്തത് 1/1/2, 1/1/2 എന്ന് പറയുമ്പോൾ 1/2ൻ്റെ റെസിപ്രോക്കൽ 2, 1/√2ൻ്റെ റെസിപ്രോക്കൽ √2/1. ജസ്റ്റ് റെസിപ്രോക്കൽസ് എടുത്താൽ മതി. √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3, 1ൻ്റെ റെസിപ്രോക്കൽ 1. സീക്കിൻ്റെ വാല്യൂസ് കിട്ടാൻ നമ്മൾ കോസിൻ്റെ റെസിപ്രോക്കൽസ് എടുത്താൽ മതി. ഇപ്പോൾ സീക്കിൻ്റെ 1ൻ്റെ റെസിപ്രോക്കൽ 1, ഇതിൻ്റെ റെസിപ്രോക്കൽ 2/√3, ഇതിൻ്റെ റെസിപ്രോക്കൽ √2/1, ഇതിൻ്റെ റെസിപ്രോക്കൽ 2, ഇതിൻ്റെ റെസിപ്രോക്കൽ 1/0. 1/0 എന്ന് പറയുമ്പോൾ അത് ഈസ്
നോട്ട് ഡിഫൈൻഡ്. കോട്ട് വരുമ്പം ടാൻ്റെ റെസിപ്രോക്കലാണ് വരുന്നത്. 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. 1/√3യുടെ റെസിപ്രോക്കൽ √3, 1ൻ്റെ റെസിപ്രോക്കൽ 1, √3യുടെ റെസിപ്രോക്കൽ 1/√3. ഇനി ഇവിടെ വരുന്നത് നോട്ട് ഡിഫൈൻഡ് റെസിപ്രോക്കൽ എന്ന് പറയുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റുകയില്ല, അതൊരു ലോജിക്കില്ലാത്ത കാര്യമാണ്. ഇനിയും എന്താ കോട്ടെന്ന് പറയുന്നത് കോസ് ബൈ സൈൻ ആണ്. അപ്പോൾ 0/1 വരും. 0/1 എന്ന് പറയുമ്പം ഈസ് 0. 0നെ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് 0 ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ 0 വരും. ഇനിയും അത്യാവശ്യം നമ്മൾ ഈ വാല്യൂസൂടെ ഓർത്ത് വെക്കുക. സൈൻ 180 എന്ന് പറയുന്നത് സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. കോസ് 180 എന്ന് പറയുന്നത് -1. ഈ വാല്യൂസോടൊന്ന് ഓർത്ത് വെക്കുക. ബാക്കി വരുന്നത് 0 നോട്ട് ഡിഫൈൻഡ്, -1 നോട്ട് ഡിഫൈൻഡ്. 270 വരുമ്പം -1 0 നോട്ട് ഡിഫൈൻഡ്, -1 നോട്ട് ഡിഫൈൻഡ് 0. 360 വരുമ്പം 0 1 0 നോട്ട് ഡിഫൈൻഡ്, 1 നോട്ട് ഡിഫൈൻഡ്. അങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. ഇനിയും സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 30 ഈസ് π/6. നമ്മൾ ഡിഗ്രി റേഡിയൻ കൺവേർഷൻ്റെ അത് കണ്ടായിരുന്നു. 30 ഡിഗ്രി ഈസ് π/6. 45 ഡിഗ്രി എന്ന് പറയുന്നത് π/4 ആണ്. 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 ആണ്. 90 ഡിഗ്രി എന്ന് പറയുന്നത് π/2 ആണ്. 180 എന്ന് പറയുന്നത് π ആണ്. 270 എന്ന് പറയുന്നത് 3π/2 ആണ്. 360 എന്ന് പറയുന്നത് 2π ആണ്. അപ്പോൾ ഇത് ഈ ഡിഗ്രി മെഷേഴ്സിൻ്റെ റേഡിയൻ മെഷേഴ്സോട് ഓർത്ത് വെക്കുക. ഇനിയും ഈ ടേബിൾ വാല്യൂസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സൈൻ 60 കണ്ടുപിടിക്കണം. സൈൻ 60 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 60യുടെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോടെന്യൂസും ഐഡൻറ്റിഫൈ ചെയ്യുക. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും, √3. ഹൈപ്പോടെന്യൂസ് എന്ത് വരും, 2 വരും. സൈൻ 60 ഈസ് √3/2. അതുപോലെ കോസ് 30 കണ്ടുപിടിക്കണമെങ്കിൽ കോസ് 30 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു 30 നോക്കുകയാണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1, 30യുടെ അഡ്ജസൻറ്റ് സൈഡ് √3, 30യുടെ ഹൈപ്പോടെന്യൂസ് 2. ഇപ്പോൾ 30യോട് അടുത്ത് കിടക്കുന്നതാണ് അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്, ലെങ്ത് കൂടിയതാണ് ഹൈപ്പോടെന്യൂസ്. അപ്പം കോസ് 30 എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അപ്പോൾ √3/2. അപ്പം കോസ് 30 നമുക്ക് √3/2 എന്ന് കിട്ടി. ഇനിയും സീക്ക് 45 കണ്ടുപിടിക്കണമെങ്കിൽ സീക്ക് എന്ന് പറയുമ്പം കോസിൻ്റെ റെസിപ്രോക്കൽ, കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോടെന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സീക്ക് 45 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യണം. 45 ഡിഗ്രി ഈ ആംഗിൾ വെച്ചോ ഈ ആംഗിൾ വെച്ചോ നമുക്ക് നോക്കാം. ഈ ആംഗിൾ വെച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആരാ 1, ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് വരുന്ന ആരാ 1, ഇതിൻ്റെ ഹൈപ്പോടെന്യൂസ് വരുന്നത് √2. അപ്പോൾ നമുക്ക് വേണ്ടത് ഹൈപ്പോടെന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോടെന്യൂസ് ഈസ് √2 ഡിവൈഡഡ് ബൈ 45 അഡ്ജസ്റ്റൻ്റായി കിടക്കുന്നത് 1. നമുക്ക് √2/1 ഈസ് √2 എന്ന് കിട്ടാം. സീക്ക് 45 എന്താ, സീക്ക് 45 ഈസ് √2/1 അല്ലെങ്കിൽ √2. അപ്പം ഈ 2 ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് നമുക്ക് ഈ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റേഷ്യോസ് മാത്രം ഓർത്തിരുന്നാൽ മതി. അതുപോലെ ഈ 2 ട്രയാങ്കിൾസും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ
30യും 60യും 90യും കൂടെ കൂടുമ്പോൾ 180 വരും. ആ വരുന്ന രീതിയിലൊരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഓർഡർ തെറ്റാൻ പാടില്ല. ഇവിടെ √3 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. ഇതാണെങ്കിൽ 45 45 ഇത് 90 വരും, അപ്പോൾ 180 വരും. ഇതുപോലെ നമുക്ക് ഏത് റേഷ്യോസ് കണ്ടുപിടിക്കണമെങ്കിലും ഈ 2 ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സംശയം തോന്നാം, ഈ 45 വെച്ച് ചെയ്തപ്പോഴല്ലേ ഇത് കിട്ടിയത്, ഈ 45 വെച്ച് ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ ഈ 45 വെച്ച് ചെയ്യുമ്പോഴും ഹൈപ്പോട്ടന്യൂസ് എന്താ √2 ആണ്, 45ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്താ 1 ആണ്. അപ്പോൾ √2/1 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് എന്താണ് cos x sin x എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഒരു യൂണിറ്റ് സർക്കിളാണുള്ളത്. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൽ ഒരു പോയിൻ്റാണ് പി. ഇത് നമ്മുടെ ഇനീഷ്യൽ റേയിൽ നിന്ന് എത്ര ആംഗിളിലാണ് പി നിൽക്കുന്നത് നോക്കാം. ആ ആംഗിളാണ് എക്സ്. ഇനിയും ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം XY പ്ലെയിനിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിക്ക് കോർഡിനേറ്റ്സ് കാണും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. പിയുടെ എക്സ് കോർഡിനേറ്റാണ് cos x, വൈ കോർഡിനേറ്റാണ് sin x. ഇപ്പോൾ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ, ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ cos xഉം sin xഉം പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ മാറുമ്പം കോസ് വാല്യൂവും സൈൻ വാല്യൂവും മാറി മാറി വരും. അപ്പം ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് cos xൻ്റെ വില എവിടെ നിന്ന് കിട്ടും? പിയുടെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് കിട്ടും. കോസ് വൈയുടെ വില sin xൻ്റെ വില പിയുടെ വൈ കോർഡിനേറ്റിൻ്റെ അകത്തുനിന്നും കിട്ടും. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് സാധാരണ എഴുതുന്നത്? ഇതാണ് നമ്മുടെ ഒറിജിൻ. ഈ ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൽ എത്ര ദൂരത്തിലാണോ ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്താണോ ആ ദൂരം ആണ് എക്സ് കോർഡിനേറ്റായിട്ട് വരുന്നത്. അതുപോലെ ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം അതാണ് വൈ കോർഡിനേറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് cos x, ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് sin x. ഒന്നുകൂടെ പറയാം, നമുക്കൊരു യൂണിറ്റ് സർക്കിളുണ്ട്. യൂണിറ്റ് സർക്കിളിൽ ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ x ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ x ഇവിടെ സർക്കിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോയിൻറ്റ് പിയുടെ എക്സ് കോർഡിനേറ്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് cos xൻ്റെ വാല്യൂയും വൈ കോർഡിനേറ്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് sin xൻ്റെ വാല്യൂയും കിട്ടും. ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചാൽ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമായിരിക്കും എക്സിൻ്റെ ദൂരം, ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമായിരിക്കും വൈയുടെ ദൂരം. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് cos xൻ്റെ വാല്യൂ, ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് sin xൻ്റെ വാല്യൂ. ഇനിയും ഇത് സ്റ്റാർട്ടിംഗ് ആംഗിളാണ്. ഇനീഷ്യൽ റേയും ടെർമിനൽ റേയും ഇവിടെ തന്നെയാണോ നിൽക്കുന്നതെങ്കിൽ അത് ആംഗിൾ 0. ഇനീഷ്യൽ റേ ഇവിടെയും ആംഗിൾ കറങ്ങി ഇവിടെ വരെയാണ്, ടെർമിനൽ റേ ഇവിടെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആംഗിൾ എന്ത് കിട്ടും? π/2 കിട്ടും. ഇനിയും ഇനീഷ്യൽ റേയിൽ നിന്ന് ഇവിടെ വരെ വന്ന് ടെർമിനൽ റേ ഇതാണെങ്കിൽ ആംഗിൾ ഈസ് 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ പൈ വരും. ഇനി ഇനീഷ്യൽ റേ കറങ്ങി ഇവിടെയാണ് വരുന്നതെങ്കിൽ 270 ഡിഗ്രി, അത് 3π/2 വരും. ഇത് ആംഗിൾ കറങ്ങി ഇവിടെ വരെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ വരുമ്പം 360 ഡിഗ്രി 2π വന്ന് നിൽക്കും. അപ്പം ഈ ആംഗിൾ π/2. അപ്പം ഇവിടെ നിന്ന് ഇവിടെ വരെ വരുമ്പം ആംഗിൾ π/2 ആണെന്ന് നമുക്ക് അറിയാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എക്സ് ആക്സിസിൽ സർക്കിൾ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് ഈ റേഡിയസ് 1 അപ്പം എക്സ് കോർഡിനേറ്റ് 1 വരും, വൈ കോർഡിനേറ്റ് 0 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾ എന്താ? ഇനീഷ്യൽ റേയും ടെർമിനൽ റേയും കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് ആംഗിൾ 0 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് എഴുതാം? cos 0 = ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 1 എന്നും sin 0 = 0 എന്നും എഴുതാം. ഇനി ഇവിടെയാണ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താ ഈ പോയിൻ്റ്? എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ ആംഗിൾ ഇവിടെ വരെ വന്ന് നിൽക്കുമ്പോൾ ആംഗിൾ ഈസ് π/2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? cos π/2 = 0, sin π/2 = 1 എന്ന് എഴുതാം. നെക്സ്റ്റ് ഇവിടെ വരുമ്പം ആംഗിൾ പൈ. അപ്പോൾ cos
പൈ ഈസ് ഈക്വൽ ടു, ഇവിടെ പോയിൻ്റ് വരുന്നത് എക്സ് കോർഡിനേറ്റിൽ -1, വൈ കോർഡിനേറ്റിൽ 0. അപ്പോൾ കോസ് പൈ ഈസ് -1, സൈൻ പൈ ഈസ് ഈക്വൽ ടു 0. ഈ ആംഗിൾ കറങ്ങി ഇവിടെ വരെ വരുമ്പം 3π/2. അപ്പോൾ കോസ് 3π/2 ഈസ് ഈക്വൽ ടു 0, സൈൻ 3π/2 ഈസ് ഈക്വൽ ടു -1. ഫുൾ റിവല്യൂഷൻ ആകുമ്പം കോസ് 2π ഈസ് ഈക്വൽ ടു വീണ്ടും 1, സൈൻ 2π ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ടേബിൾ വരച്ചായിരുന്നു. ആ ടേബിളിൻ്റെ അകത്ത് നമ്മൾ ഈ വാല്യൂസൊക്കെ എഴുതിയിട്ടുണ്ട്. കോസ് 0 എന്തായിരുന്നു? കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സൈൻ 0 ആണ്. കോസ് π/2 0 ആണ്. സൈൻ π/2 1 ആണ്. കോസ് പൈ -1 ആണ്. സൈൻ പൈ 0 ആണ്. കോസ് 3π/2 0 ആണ്. സൈൻ 3π/2 -1 ആണ്. കോസ് 2π 1 ആണ്. സൈൻ 2π 0 ആണ്. അപ്പം ഈ ഒരു സർക്കിൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂസും കിട്ടും. ഈ വാല്യൂസ് കിട്ടുവാണെങ്കിൽ ബാക്കി ഉള്ള ഈ വാല്യൂസ് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനകത്തുനിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. അതായത് സൈൻ 0 ആണ്, അതുപോലെ സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്. അതായത് സൈൻ പൈയുടെ മൾട്ടിപ്പിൾസ് വരുമ്പം സൈൻ പൈ 2π 3π 4π ഒക്കെ വരുമ്പം നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു റിസൾട്ടായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് പൈ. സൈൻ എക്സ് 0 കിട്ടുമ്പോൾ എക്സുകളുടെ വില എന്തായിരിക്കും? പൈയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. സൈൻ വാല്യൂസ് 0 കിട്ടുമ്പം എക്സിൻ്റെ വാല്യൂ എന്താ? പൈ ആണ്. സൈൻ വാല്യൂ 0 കിട്ടുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 2π ആണ്. അങ്ങനെ നോക്കുമ്പം സൈൻ വാല്യൂ 0 കിട്ടുമ്പം എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ വരും? മൾട്ടിപ്പിൾസ് ഓഫ് പൈ എന്ന് വരും. ഇവിടെ n ബിലോങ്സ് ടു z എന്ന് പറയാൻ കാര്യം മൾട്ടിപ്പിൾസ് ഓഫ് പൈ എന്ന് പറയുമ്പം n ഇൻറ്റു പൈ, n ഇൻറ്റിജേഴ്സ് വരും. ഓരോ ഇൻറ്റിജേഴ്സിലും മൾട്ടിപ്പിൾസ് വരും. അതായത് 0 വരാം, -1 ഇൻറ്റു പൈ -π വരാം, 1 ഇൻറ്റു പൈ വരാം, -2 ഇൻറ്റു പൈ -2π, 2π, 3π, -3π എക്സെട്ര. ഈ വാല്യൂസിലെല്ലാം ഇതെല്ലാം ആംഗിളായിട്ട് വരുമ്പം സൈനിൻ്റെ വില എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് സൈൻ 0 ആയിരിക്കും, സൈൻ -π 0 ആയിരിക്കും, സൈൻ പൈ 0 ആയിരിക്കും, സൈൻ -2π 0 ആയിരിക്കും, സൈൻ 2π 0, സൈൻ 3π 0, സൈൻ -3π 0. അപ്പം ഈ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കോസ് എക്സ് 0 തരുന്ന എക്സുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ആരാ? π/2 വന്നു. പിന്നെ ആരാ 0 തരുന്നത്? 3π/2 0 ആണ് തരുന്നത്. അതായത് ഇപ്പം ഇത് 1 ഇൻറ്റു π/2 ആണ്, ഇത് 3 ഇൻറ്റു π/2 ആണ്. അതുപോലെ 5 ഇൻറ്റു π/2 0 ആയിരിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റും 2n + 1 ഇൻറ്റു π/2കളിൽ എക്സ് π/2ൻ്റെ 2n + 1 മൾട്ടിപ്പിൾസ് ആകുമ്പം കോസ് വാല്യൂ 0 ആണ്. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2, π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ കോസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് കോസ് π/2 0 ആയിരിക്കും, കോസ് 3π/2 0 ആയിരിക്കും, കോസ് 5π/2 0 ആയിരിക്കും, കോസ് 7π/2 ഇവരെല്ലാം 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റിസൾട്ട്. അതുപോലെ tan x is equal to 0 implies x is equal to nπ where n belongs to z. സൈനിൻ്റെ റിസൾട്ട് തന്നെയാണ് ടാനിനും വരുന്നത്. നമുക്കൊന്നുകൂടെ പറയാം. സൈൻ നമുക്ക് 0 തരുന്ന ആംഗിൾസ് ആരൊക്കെയാണ്? ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് പൈ. കോസ് 0 തരുന്ന ആംഗിൾസ് ആരൊക്കെയാണ്? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2. ടാൻ 0 തരുന്ന എക്സുകൾ ആരൊക്കെയാണ്? ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് പൈ. ഇവിടെയും ഇൻറ്റിജർ
multiples of pi. അടുത്തത് sin x, cos x, tan x ഇവരെയൊക്കെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്കറിയാം സൈൻ 0യിൽ ഫംഗ്ഷൻ്റെ വില 0 ആണ്. അപ്പോൾ നമ്മളിവിടെ ആംഗിൾസും അതിൻ്റെ വാല്യൂസുമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ്റെ വാല്യൂ എന്താണ്, sin 0 എന്താണ്, sin π/2 എന്താണ്, sin π എന്താണ്, sin 3π/2 എന്താണ്, അതൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ റിസൾട്ടിൻ്റെ അകത്തുനിന്നുണ്ട് സൈൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലെല്ലാം സൈൻ്റെ വില 0 ആണ്. ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് പൈ എന്ന് പറയുമ്പം 0യിൽ, പൈയിൽ, 2πയിലൊക്കെ 0 ആണ്. -π, -2πയിലൊക്കെ സൈൻ്റെ വില 0 ആണ്. ഇനി നമ്മൾ ടേബിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അറിയാം sin π/2ൻ്റെ വില 1 ആണ്. sin π/2 ഈസ് 1. sin 3π/2 ഈസ് -1. 3π/2 ഈസ് -1. അപ്പം ഇത്രയുമൊക്കെ ആയാൽ നമുക്ക് സൈൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സൈൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വേവിൻ്റെ ഷേപ്പിലാണ്. അപ്പം അതിങ്ങനെ വരും. ഈ പോയിൻ്റ് ഇതിൽ കൂടെ പാസ് ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനെയായി ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇവിടെയും -π/2ൽ -1 വരും. ഇതിൽ കൂടെ പാസ് ചെയ്ത് 1ൽ വില എടുത്ത് ഇതിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ π/2ൽ ഫംഗ്ഷൻ്റെ വില 1, ഇവിടെ π/4 ഉണ്ട്. π/4ൽ ഫംഗ്ഷൻ സൈൻ ഈസ് 1/2. 1/2 എന്ന് പറയുമ്പം ഹാഫ് വരും. ഇവിടെ ഹാഫ്, ഇവിടെ π/4 ആകുമ്പം ഫംഗ്ഷൻ്റെ വില പകുതി വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫംഗ്ഷൻ്റെ വില ഈ വാല്യൂ വരും. അങ്ങനെ വരും. അപ്പോൾ അതുപോലെ ഇവിടെ ഫംഗ്ഷൻ്റെ വില ഇതാണ്, ഇവിടെ ഫംഗ്ഷൻ്റെ വില ഇതാണ്, ഇവിടെ ഫംഗ്ഷൻ്റെ വില ഇതാണ്, ഇവിടെ ഫംഗ്ഷൻ്റെ വില ഇതാണ്. അങ്ങനെ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ വിലകൾ ഒരിക്കലും 1ൻ്റെയും -1ൻ്റെയും എക്സീഡ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈൻ എക്സിൻ്റെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയ്ക്കാണ്. അതായത് സൈൻ എക്സിന് എടുക്കാവുന്ന മാക്സിമം വാല്യൂ 1ഉം എടുക്കാവുന്ന മിനിമം വാല്യൂ -1ഉം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ആക്ച്വലി പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തൽക്കാലം അത് വേണ്ട, ഇതിൽ നിന്ന് നമുക്കിത് പറയാൻ പറ്റുമെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അടുത്തത് കോസിൻ്റെ വാല്യൂ പറയുമ്പം കോസ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ൽ 0 ആണ്. അതായത് π/2, 3π/2, 5π/2ലൊക്കെ കോസിൻ്റെ വില 0 ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ π/2ലും കോസിൻ്റെ വില 0 ആണ്, 3π/2ൽ 0 ആണ്, -π/2, -3π/2ലൊക്കെ കോസിൻ്റെ വില 0 ആണ്. ഇനി കോസ് 0 1 ആണെന്നറിയാം. അത് നമുക്ക് ടേബിളിൽ നിന്ന് അറിയാവുന്ന കാര്യമാണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. കോസ് പൈ, അതുപോലെ കോസ് 2π എന്ന് പറയുന്നത് 1 ആണ്. കോസ് 2π എന്ന് പറയുന്നത് 1. നമുക്ക് ഏകദേശം ഒരു ഗ്രാഫ് കിട്ടി. കോസിൻ്റെയും വേവ് പോലെയാണ് വരുന്നത്. π/2ൽ പാസ് ചെയ്ത് ഇവിടെ -1 എടുക്കും, ഇതിങ്ങനെ വരും. ഇങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ വരും, ഇങ്ങനെ വരും. ഇവിടെ ആകുമ്പോൾ -1 വരും, ഇവിടെ ആകുമ്പം -3π/2ൽ 0 ആയി. ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു എസ് ഷേപ്പിലാണ് വരുന്നത്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിലൊരു എസ് ഷേപ്പാണ് സൈനിൻ്റെത് വരുന്നത്. കോസിൻ്റെത് വരുമ്പം ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നില്ല, 1ൽ കൂടെ പാസ് ചെയ്ത പോലെ ഇങ്ങനൊരു ഷേപ്പിലാണിത് പോകുന്നത്. രണ്ടും വേവ് ഷേപ്പാണ്.
എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തത് ടാൻ വരുമ്പം നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ π/2 90 270 3π/2 ഇവിടെയൊന്നും ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഈ π/2ലും 3π/2ലും ഒന്നും ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കും. അതുപോലെ -π/2ലും -3π/2ലും ഒന്നും ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട്. ഇനി ടാൻ്റെ ഫംഗ്ഷൻ വരുന്നത് ഇങ്ങനെ അസിംപ്റ്റോട്ടിക്കായിട്ട് ഇവിടെ പൈയിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വരും. അതുപോലെ ഇവിടെ വരുമ്പം ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വരും. ഇവിടെ വരുമ്പം -π കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വരും. ഈ രീതിയിലാണ് ടാൻ്റെ ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഈ 3 ഗ്രാഫുകളും ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ നമുക്ക് കൊസീക്കിൻ്റെയും സീക്കിൻ്റെയും കോട്ടിൻ്റെയും ഗ്രാഫുകളും ഉണ്ട്. അടുത്തത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ സൈൻ കണ്ടുപിടിക്കുന്നൊരു കേസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വാഡ്രൻസ് ഉണ്ട്, 4 ക്വാഡ്രൻസ്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, നമ്മളെപ്പോഴും ക്വാഡ്രൻസ് കൗണ്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇനിയും ഇത് നമ്മുടെ ഒറിജിനാണ്. ഇതാണ് ഇനീഷ്യൽ ലൈൻ എങ്കിൽ ടെർമിനൽ ലൈന് ഇവിടെ തന്നെയാണെങ്കിൽ നമുക്ക് ആംഗിൾ 0 പറയാം. ടെർമിനൽ ആംഗിൾ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ π/2 വരും. ടെർമിനൽ ആംഗിൾ ഇവിടെ 180 തരും, അപ്പം പൈ. ടെർമിനൽ ആംഗിൾ ഇവിടെ വരുമ്പം 3π/2 270 വരും. അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് 2π കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് 0, 2π, π/2, π, 3π/2. ഇനിയും നമ്മൾ ഇവിടെ നിന്നാണല്ലോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ്. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മുടെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ആംഗിൾസ് എല്ലാം ഈ ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് ഇവിടെ വരെയുള്ള ആംഗിൾസ് എന്ന് പറയുമ്പം നമ്മുടെ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും 45 ഡിഗ്രിയൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഇനിയും ഈ ആംഗിൾസിനെ നമുക്ക് ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് π/2ൽ താഴെയുള്ള ആൾക്കാരെയെല്ലാം നമുക്ക് π/2 - x എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണല്ലോ സഞ്ചരിച്ച് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ വരുമ്പോഴാണ് π/2 ആകുന്നത്. അപ്പോൾ π/2 താഴെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വരും. അപ്പോൾ π/2 - xകളെല്ലാം ഇവിടെ വരും. ഇനി നമ്മളിങ്ങനെ പോയി ഇപ്പുറത്തേക്ക് വരുമ്പോഴോ π/2നേക്കാളും കൂടിയ ആൾക്കാരെല്ലാം ഇപ്പുറത്ത് വരും. അപ്പോൾ π/2 + xകളെല്ലാം ഇവിടെ വരും. ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ വരുമ്പോൾ π ആവും. പൈയിൽ താഴെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വരും. π - xകളെല്ലാം ഇവിടെ വരും. ഇനി പൈ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴോ π + xകളെല്ലാം ഈ ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ 3π/2 വരെ എത്തുമ്പോൾ 3π/2നേക്കാളും ചെറിയ ആൾക്കാരെല്ലാം 270നേക്കാളും ചെറിയ ആൾക്കാരെല്ലാം ഇവിടെ വരും. 3π/2 - xകളെല്ലാം ഇവിടെ വരും. 3π/2 + xകളെല്ലാം ഇവിടെ വരും. അതുപോലെ ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് 2π ആകും. അപ്പോൾ 2πയിൽ താഴെയുള്ളവരെല്ലാം ഇവിടെ വരും. 2πയിൽ മുകളിലുള്ളവരെല്ലാവരും ഇവിടെ വരും. ഇനിയും നമ്മൾ കുറച്ച് റിസൾട്ടുകൾ എഴുതാൻ പോവാണ്. നമ്മൾ കുറച്ച് റിസൾട്ടുകൾ എഴുതുമ്പം ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം സൈനിൻ്റെ കോഫങ്ഷനാണ് കോസ്. അതുപോലെ കോസിൻ്റെ കോഫങ്ഷനാണ് സൈന്. കൊസീക്കിൻ്റെ കോഫങ്ഷനാണ് സീക്ക്. അതുപോലെ സീക്കിൻ്റെത് കൊസീക്ക്. അതുപോലെ ടാനിൻ്റെത് കോട്ട്, കോട്ടിൻ്റെത് ടാന്. അപ്പോൾ ഇവരാണ് കോഫങ്ഷൻസ്. ഇനി സൈനിൻ്റെ സൈൻ തന്നെ വരുമ്പം അത് സെയിം ഫങ്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പം നമുക്കൊരു റിസൾട്ടുണ്ട്. ആ റിസൾട്ടിൻ്റെ അകത്ത് π വെച്ചോ 2π വെച്ചിട്ടോ ആണെങ്കിൽ π വെച്ചിട്ടോ 2π വെച്ചിട്ടോ ആണെങ്കിൽ നമുക്ക് സെയിം ഫങ്ഷൻ തന്നെയായിരിക്കും വരുന്നത്. അതേസമയം π/2 വെച്ചിട്ടോ 3π/2 വെച്ചിട്ടോ ആണെങ്കിൽ π/2 വെച്ചിട്ടോ 3π/2 വെച്ചിട്ടോ ആണെങ്കിൽ ഫങ്ഷനായിരിക്കും വരാൻ പോകുന്നത്. π വെച്ചിട്ടോ 2π വെച്ചിട്ടോ ആണെങ്കിൽ സെയിം ഫങ്ഷനും π/2 വെച്ചിട്ടോ 3π/2 വെച്ചിട്ടോ ആണെങ്കിൽ ഫങ്ഷനായിരിക്കും നമുക്ക്
വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ പൈ മൈനസ് എക്സ് പൈ വെച്ചിട്ടാണല്ലോ, പൈ വെച്ചിട്ടുള്ളതാണെങ്കിൽ സെയിം ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരും? സൈൻ എക്സ് വരും. അപ്പോൾ ഇതാണ് റിസൾട്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യണം, ഇത് ഏത് ക്വാഡ്രൻറ്റിലാണോ കിടക്കുന്നത് അവിടെ സൈൻ്റെ സൈൻ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വരും, അത് ഓർത്തിരിക്കാനായിട്ട് എ എസ് ടി സി ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു കോഡ് വെക്കാം, ആഡ് ഷുഗർ ടു കോഫി. ആഡ് ഷുഗർ ടു കോഫി എന്ന് പറയുമ്പം ഈ എ എന്ന് പറയുന്നത് ഓൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഇവിടെ എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവാണ്. ഇവിടെ വരുമ്പം എസ്, ഷുഗറിൻ്റെ എസ് വരുമ്പം എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാ? സൈന്. സൈൻ്റെ റെസിപ്രോക്കൽ ആരാ? കൊസീക്ക്. അപ്പോൾ സൈനും കൊസീക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. ഇവിടെ വരുമ്പോൾ ടി, ടാനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ടാന്, ടാൻ്റെ റെസിപ്രോക്കൽ കോട്ട്. അപ്പോൾ ടാനും കോട്ടും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. അടുത്തത് വരുമ്പം സി വരുമ്പം സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കോസും, കോസിൻ്റെ റെസിപ്രോക്കൽ സീക്കും. അപ്പോൾ ഈ ക്വാഡ്രൻറ്റിൽ കോസും സീക്കുമാണ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ എഴുതി പൈ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് സൈൻ എക്സ് ആണ് എന്ന് എഴുതി. ഇനി പൈ മൈനസ് എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? സൈനും കൊസീക്കും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ സൈൻ ആണ്, അപ്പോൾ നമുക്കിവിടെ പ്ലസ് ആണ് വരുന്നത്. ഇനിയും സൈൻ പൈ പ്ലസ് എക്സ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? സൈൻ പൈ പ്ലസ് എക്സ്. ഇവിടെ പൈ വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് സെയിം ഫങ്ഷൻ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി നമ്മളിതിൻ്റെ സൈൻ നോക്കും. ഇപ്പോൾ പൈ പ്ലസ് എക്സ് വരുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, സൈൻ നെഗറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസറിൽ നെഗറ്റീവ് വരും. ഇനിയും സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ആണെങ്കിൽ എന്ത് വരും? അപ്പോൾ ഇവിടെ പൈ ബൈ 2-ലോ 3π/2-ലോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? കോ ഫങ്ഷൻ ആയിരിക്കും വരുന്നത്. സൈൻ്റെ കോ ഫങ്ഷൻ ആരാ? കോസ്. അപ്പോൾ കോസ് എക്സ് ആയിരിക്കും ആൻസർ. ഇനി നമ്മൾ നേരത്തെ പോലെ സൈൻ നോക്കുക. പൈ ബൈ 2 മൈനസ് എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാവരും പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ സൈനും പോസിറ്റീവാണ്. ആൻസർ ഈസ് പ്ലസ് കോസ് എക്സ്. ഇനിയും സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് ആണെങ്കിൽ എന്ത് വരും? പൈ ബൈ 2-ലോ 3π/2-ലോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കോ ഫങ്ഷൻ ആയിരിക്കും വരുന്നത്. ഇനി പൈ ബൈ 2 പ്ലസ് എക്സ് ഈ ക്വാഡ്രൻറ്റിലായിരുന്നു വരുന്നത്. അപ്പോൾ പൈ ബൈ 2 പ്ലസ് എക്സ് ഈ ക്വാഡ്രൻറ്റിലായതുകൊണ്ട് ഇവിടെ സൈനും കൊസീക്കും പോസിറ്റീവാണ്, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. ഇവിടെ സൈനാണ്, അപ്പോൾ ഇത് പോസിറ്റീവ് വരും. ഇനി നമുക്ക് ടാൻ പൈ ബൈ 2 പ്ലസ് എക്സ് ആണെങ്കിൽ എന്ത് വരും നോക്കാം. ഇപ്പോൾ പൈ ബൈ 2-ഓ 3π/2-ഓ വെച്ചിട്ടാണെങ്കിൽ കോ ഫങ്ഷൻ വരും. ടാൻ്റെ കോ ഫങ്ഷനാണ് കോട്ടെക്സ്. അപ്പോൾ കോട്ടെക്സ് ആണ്, അത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സൈനോട് നോക്കണം. പൈ ബൈ 2 പ്ലസ് എക്സ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. അപ്പോൾ ടാനും നെഗറ്റീവാണ്. ഇനിയും വരുന്നത് ടാൻ പൈ പ്ലസ് എക്സ് എന്ത് വരും നോക്കാം. ഇപ്പോൾ പൈ വെച്ചിട്ടോ 2π വെച്ചിട്ടോ ആണെങ്കിൽ സെയിം ഫങ്ഷൻ ആണല്ലോ വരുന്നത്, അപ്പോൾ ടാൻ തന്നെ വരും, ടാൻ എക്സ് തന്നെ വരും. ഇനി പൈ പ്ലസ് എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? പൈ പ്ലസ് എക്സ് തേർഡ് ക്വാഡ്രൻറ്റിൽ. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവാണ്, അപ്പം ആൻസർ ഈസ് പോസിറ്റീവ്. കൊസീക്ക് പൈ പ്ലസ് എക്സ് എന്ത് വരും നോക്കാം. കൊസീക്ക് പൈ പ്ലസ് എക്സ് പൈ വെച്ചിട്ടോ 2π വെച്ചിട്ടോ ആണെങ്കിൽ സെയിം ഫങ്ഷൻ വരും, അപ്പോൾ കൊസീക്ക് എക്സ് തന്നെയാണ് വരുന്നത്. ഇനി പൈ പ്ലസ് എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? പൈ പ്ലസ് എക്സ് തേർഡ് ക്വാഡ്രൻറ്റിൽ. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവ്, അപ്പോൾ കൊസീക്ക് നെഗറ്റീവാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സൈൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ക്വാഡ്രൻറ്റ് വെച്ച് ഇതുപോലത്തെ റിസൾട്ടുകളെല്ലാം എഴുതാൻ പറ്റും. ഇതുപോലത്തെ ഏത് റിസൾട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഇനി സീക്ക് 3π/2 മൈനസ് എക്സ് ആണെങ്കിൽ എന്ത് വരും? സീക്ക് 3π/2-ഓ π/2 ആണെങ്കിൽ, π/2-ഓ 3π/2 ആണെങ്കിൽ കോ ഫങ്ഷൻ ആയിരിക്കും വരുന്നത്. സീക്കിൻ്റെ കോ ഫങ്ഷൻ കൊസീക്ക് എക്സ്. ഇനി 3π/2 മൈനസ് എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്?
3π/2 -6 തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവുള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. അപ്പോൾ സിക്ക് നെഗറ്റീവാണ്. ഇവിടെ മൈനസ് കൊസീക്ക് എക്സ് എന്ന് വരും. നമ്മളിപ്പം പഠിച്ച ഈ റിസൾട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് സൈൻ -x മൈനസ് സൈൻ എക്സ്, കോസ് -x കോസ് എക്സ്, ടാൻ -x മൈനസ് ടാൻ എക്സ്, കൊസീക്ക് -x മൈനസ് കൊസീക്ക് എക്സ്, സീക്ക് -x സീക്ക് എക്സ്, കോട്ട് -x മൈനസ് കോട്ട് എക്സ്. ഈ റിസൾട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട റിസൾട്ടാണ്. അതായത് സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് ഇവരുടെ ആംഗിൾസിൻ്റെ കൂടെ മൈനസ് വന്നാൽ ഇതിനെന്താണ് ചേഞ്ച് വരുന്നത്? സൈനിൻ്റെ ആംഗിളിൻ്റെ അകത്ത് മൈനസ് വന്നാൽ ആ മൈനസ് പുറത്ത് വന്നും കിടക്കും. ഇപ്പോൾ മൈനസ് സൈൻ എക്സ് ആയി. പക്ഷേ കോസിൻ്റെ അകത്ത് മൈനസ് വന്നാലോ ആ മൈനസ് ഇല്ലാതെയായി പോവും. അപ്പം കോസിൻ്റെ കേസിലും കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കിൻ്റെ കേസിലും മൈനസ് ഇല്ലാതെയായി പോകും. ബാക്കിയുള്ള 4 പേരുടെയും കേസിലും മൈനസ് പുറത്ത് വന്ന് കിടക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ കോസിൻ്റെ റെസിപ്രോക്കലിൻ്റെയും കേസിൽ ആംഗിളിനകത്ത് മൈനസ് വന്നാൽ എന്താ വരുന്നത്? ആ മൈനസ് മാറി കോസ് എക്സ് ആയിട്ട് മാറും. സീക്കിൻ്റെ ആംഗിളിൻ്റെ അകത്ത് മൈനസ് വന്ന് എന്താവും? സീക്ക് എക്സ് ആയിട്ട് മാറും. ബാക്കി എല്ലാവരുടെയും കേസിൽ മൈനസ് പുറത്ത് വന്ന് കിടക്കും. അതായത് സൈൻ -x മൈനസ് സൈൻ എക്സ്, ടാൻ -x മൈനസ് ടാൻ എക്സ്, കൊസീക്ക് -x മൈനസ് കൊസീക്ക് എക്സ്, കോട്ട് -x മൈനസ് കോട്ട് എക്സ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സൈൻ -π/2 എന്നാന്ന് ചോദിച്ചാൽ സൈനിൻ്റെ കേസിൽ മൈനസ് പുറത്ത് വന്ന് കിടക്കും. മൈനസ് സൈൻ π/2 ആണ്. അതേസമയം കോസ് -π/2 എന്താ? മൈനസ് ഇല്ലാതായി പോവും. കോസ് π/2 തന്നെയാണ് അത്. ഇനി ഇതിൻ്റെ വാല്യൂസ് എഴുതണമെങ്കിൽ സൈൻ 90 എന്താ? 1. അപ്പം -1 വരും. കോസ് 90 0. അപ്പം ഇങ്ങനെ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് സൈൻ π/2 -x കോസ് എക്സ്, കോസ് π/2 -x സൈൻ എക്സ്, ടാൻ π/2 -x കോട്ട് എക്സ്, കോട്ട് π/2 -x ടാൻ എക്സ്, സീക്ക് π/2 -x കൊസീക്ക് എക്സ്, കൊസീക്ക് π/2 -x സീക്ക് എക്സ്. അതായത് π/2 സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കോഫങ്ഷനാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സൈൻ്റെ കോഫങ്ഷൻ കോസ്, കോസിൻ്റെ സൈഡ്, ടാൻ്റെ കോട്ട്, കോട്ടിൻ്റെ ടാന്, സീക്കിൻ്റെ കൊസീക്ക്, കൊസീക്കിൻ്റെ സീക്ക്. ആ കാര്യം ഓക്കെ. ഇനി നമുക്ക് സൈൻ നോക്കണം. ഈ π/2 -x എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? π/2 -x എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാവരുടെയും സൈൻ പോസിറ്റീവാണ്. അപ്പം ആൻസേഴ്സിലെല്ലാം പോസിറ്റീവായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ 2 റിസൾട്ടുകൾ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പം ഈ 2 റിസൾട്ടുകൾ അത്യാവശ്യമായിട്ട് നമ്മൾ മനഃപാഠമാക്കി വെക്കുക.